ശബരിമല സ്വർണ്ണക്കടത്തിലെ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാം. ഹൈക്കോടതിയാണ് ഈ സ്വർണ്ണ കവർച്ച കണ്ടെത്തിയത്. ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിലെ ജസ്റ്റിസ് രാജ വിജയരാഘവൻ, അതുപോലെ തന്നെ ജസ്റ്റിസ് കെ ജയകുമാർ എന്നിവരുടെ കൃത്യമായ ഒരു ഡയറക്ഷൻ വന്നു. അതോടുകൂടി ശബരിമലയിലെ അവിടുത്തെ ഇന്റലിജൻസ് സ്പെഷ്യൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഹൈക്കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കണം. അതനുസരിച്ച് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് DGP ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കാനായിട്ട് നിയോഗിച്ചു. അതിനകത്ത് ADGP വെങ്കടേഷ് IPS അതുപോലെ ശശിധരൻ IPS എന്നിവർ രണ്ടുപേര് ആ കേസിന്റെ അന്വേഷണം ഏൽപ്പിച്ച് 6 ആഴ്ചക്കകം വിവരങ്ങൾ ഹൈക്കോടതിയെ ധരിപ്പിക്കണം. കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിന്റെ അന്വേഷണങ്ങൾ പല രീതിയിൽ മുന്നോട്ട് പോയി. പല രീതിയിലുള്ള ചർച്ചകൾ വന്നു. പല ചാനലിലും പല രീതിയിൽ ചർച്ച വന്നു. ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സിന്റെ പലരുടെയും നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളൊക്കെ കണ്ടു, അവരുടെ കമന്റുകളൊക്കെ കണ്ടു. എങ്കിലും വ്യാപകമായി ശബരിമലയിലെ അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും ശ്രീകോവിലിലെ കട്ടളപ്പടിയിലെ സ്വർണപ്പാളികളും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. ഇത് വലിയ കുറ്റകരമായ ഒരു സംഭവമായി. കാരണം ഹൈക്കോടതിയിലെ നിർദ്ദേശം അനുസരിച്ചുള്ള അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ശബരിമലയിലെ സ്പെഷ്യൽ വിജിലൻസ് SP കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പം കാര്യങ്ങൾ ഹൈക്കോടതിക്ക് മനസ്സിലായത്. പക്ഷെ അതൊരു പൂർണ്ണമായ റിപ്പോർട്ട് ആയിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഹൈക്കോടതി ചോദിക്കുന്നിടം വരെ ഈ സ്പെഷ്യൽ SP എവിടെയായിരുന്നു ഈ സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോയിട്ട്? ദേവസ്വം ബോർഡ് ആക്ടിനകത്ത് പ്രാഥമികമായ ഒരു കാര്യം പറയുന്നുണ്ട്, ശബരിമലയിലെ ഒരു വസ്തുക്കളും നമുക്ക് വെളിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല ഈ ആക്ട് പ്രകാരം. പക്ഷേ ഇവിടെ വെളിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. 2019 ഹൈക്കോടതി ഈ കണ്ടെത്തിയ ആ മേജർ സ്വർണങ്ങളും അഴിച്ചു മാറ്റിയതായിട്ട് അത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ശ്രീകോവില കട്ടളപ്പടിയിൽ നിന്നും വ്യാപകമായി അതവിടുന്ന് കടത്തി അതിനുണ്ടായിരുന്ന സ്വർണങ്ങൾ മുഴുവൻ അടിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയും അയാളുടെ ചാർച്ചക്കാരുമാണ് ഇത് അടിച്ചു മാറ്റിയത്. വലിയ തുകയ്ക്കുള്ള സ്വർണങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം അവിടുത്തെ ഒരു വ്യവസായി ബോംബെയിലെ ശബരിമലയ്ക്ക് 44.800 ഗ്രാം 44 കിലോ 800 ഗ്രാം സ്വർണം പൂശാനായിട്ട് കൊടുത്തു. അതിൽ 38 കിലോ 300 ഗ്രാം സ്വർണം അവിടെ പൂശി ഇതായിട്ടും ഒക്കെ കണക്കുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ഈ വസ്തുക്കളൊന്നും ശബരിമല അയ്യപ്പന്റെ ഒരു വസ്തുവും ശബരിമല ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം വെളിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഈ ഒരു സാധനം വെളിയിലേക്ക് പോയിരിക്കുന്നു. അത് സ്വർണം. എത്ര കിലോ സ്വർണം പോയി എന്നതാണ് ഇപ്പം കണ്ടെത്തേണ്ടത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് 2 FIR ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 FIRൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. 2ാമത്തെ FIRൽ അതിനകത്ത് 2 പേര് പറയുന്നവര് 2 പേര് 11 പേരെ പറഞ്ഞവര് 2 പേര് ഇപ്പം സസ്പെൻഷൻ ആയിട്ടുണ്ട്. അവിടുത്തെ സുനിൽ കുമാർ എന്ന ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ അവിടുത്തെ ദേവസ്വത്തിലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നൊരാളെ ഇവിടെ സസ്പെൻഡ് ചെയ്തു. 2 പേര് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 7 പേര് അവിടുത്തെ ദേവസ്വത്തിലെ എംപ്ലോയീസും അതോടൊപ്പം 3 പേര് ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 പേര് ദേവസ്വം ബോർഡ് മെമ്പേഴ്സും. അങ്ങനെ 11 പേരുടെ പേരുകൾ FIRനകത്ത് വന്നിരിക്കുന്നു.
ഇനിയിപ്പം നമുക്കറിയേണ്ടത് ഈ സ്വർണ്ണപ്പാളിയിലെ അതൊരു ചെമ്പ് പാളിയാണ്, അതിലിപ്പോൾ സ്വർണമൊന്നും ഇല്ല കാര്യമായി എന്നൊക്കെ ഒരു മകസർ എഴുതി അതിനകത്ത് ഒപ്പിട്ട് കൊടുത്ത വ്യക്തികളാണ് സുനിൽ കുമാറും അതുപോലെ തന്നെ മുരാരി ബാബു. മുരാരി ബാബു ആണ് പറഞ്ഞത് ഇത് ചെമ്പാണ് എന്ന് സ്വർണ്ണമാണെന്ന് പറഞ്ഞില്ല, ചെമ്പാണ് വെളിയിലോട്ട് കൊണ്ടുവന്നത്. ചെമ്പിൽ അല്പസ്വല്പം സ്വർണം പൂശി മങ്ങലേറ്റ് കിടക്കുന്ന ഒരു സാധനം എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ അത് പറഞ്ഞിട്ട് ആ ശബരിമലയിലെ ഈ സ്വർണം പൂശിയ ഈ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലിലെ കട്ടളപ്പടിയും വെളിയിലോട്ട് പോയപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഏൽപ്പിച്ചിരിക്കുന്നത് കൽപേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് കൊണ്ടുപോയത്. ആ കൽപേഷ് ആരാണെന്ന് നമുക്കറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സുഹൃത്ത്, അയാളാണ് ഇത് അവിടുന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോയ വ്യക്തി അയാളാണ്. ഇപ്പോഴത് അവിടെ നിന്ന് പോയി ഹൈദരാബാദ് വരെ ചെന്നുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട്. ഏകദേശം 39 ദിവസം ഈ സാധനം എവിടെയാണെന്ന് കൃത്യമായി SIT കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ SIT ഈ കാര്യത്തെ പറ്റി അന്വേഷിക്കേണ്ടത് ഇവ കടത്തിക്കൊണ്ടുപോയി എവിടെയൊക്കെയാണ് അത് പ്രതിഷ്ഠിച്ചത്. ദക്ഷിണേന്ത്യയിലെ കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രയിലും കേരളത്തിലും എവിടെയാണ് എവിടെയൊക്കെ അത് പ്രതിഷ്ഠിച്ചു, ആരെയൊക്കെ വീട്ടിൽ അത് പ്രതിഷ്ഠിച്ചു, ആരൊക്കെ അത് വന്നിച്ചു, അതിന് എത്ര പണം കിട്ടി എന്നുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് അന്വേഷിക്കേണ്ടത്. ഇത് എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചിട്ട് അവിടെയൊക്കെ പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ് ആ പൂജ നടത്തിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ? വേറെ പൂജാരിമാർ അവിടെ വന്നോ? കാരണം ഇത്രയും വിപുലമായി അന്വേഷിക്കുന്നതിന്റെ കാര്യം ഇവരുടെയൊക്കെ പങ്കറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിന്റെ സ്വർണം മാറ്റിയെടുത്തത് എവിടെ വെച്ച് അതറിയണം. അത് എത്ര കിലോ ഉണ്ട്, ആരുടെ കൈവശം അതിപ്പോ ഇരിക്കുന്നു, അത് വിറ്റ് പണമാക്കിയിട്ടുണ്ടോ, അതോ വലിയവരും അവരുടെ വീട്ടുകാരെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ പെൺമക്കൾക്കോ ആഭരണമാക്കി മാറ്റിയോ? ആരൊക്കെ അങ്ങനെ മാറ്റി? 24 കാരറ്റ് സ്വർണം അതിനകത്ത് ചെമ്പാണെന്ന് എഴുതി വിട്ടതാണ്. കാരണം അങ്ങനെ പറയാനുള്ള അധികാരം ഇപ്പം ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഈ മുരാരി ബാബുവിനോ ഇല്ല. മുരാരി ബാബു അത് മകസർ എഴുതി ഇപ്പം സാക്ഷിയാണ്, അനിൽകുമാർ സാക്ഷിയാണ്, അവരാണ് ഇത് ചെമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സ്മിത്ത് ഉണ്ട്, ഒരു ഗോൾഡ് സ്മിത്ത് ഉണ്ട്, അല്ലെങ്കിൽ തട്ടാൻ അവിടെയുണ്ട്. അയാളാണ് ഇത് സ്വർണ്ണമാണോ പറയേണ്ടത്. അല്ലാതെ മുരാരി ബാബു എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല ഇത് ചെമ്പാണ് സ്വർണ്ണമാണ് എന്നൊക്കെ പറയാം. അയാളിന് അതോറിറ്റി അല്ല. അവിടെ ഗോൾഡ് സ്മിത്ത് ഉണ്ട്, അയാൾ അവിടെ പോയി അയാളെ കൊണ്ട് നോക്കിക്കണ്ടേ. അപ്പൊ അത് നടന്നിട്ടില്ല. അത് തന്നെയല്ല, അത് വിറ്റിട്ടുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വിറ്റു, ആ പണം ആരുടെ കയ്യിലുണ്ട്, ആ പണം ആരൊക്കെ വീതം വെച്ചു, ആർക്കൊക്കെ അത് കൊടുത്തു എന്നുള്ള കാര്യം കൂടെ അറിയണം. പക്ഷെ ഇത് ഒരിക്കൽ ഇതിനകത്തത് മാറ്റിയത് ചെമ്പും സ്വർണവുമായിട്ടും മാറ്റി എന്ന് പറയുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ്. ആ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇത് ചെമ്പ് അല്ലെങ്കിൽ അത് ഉരുക്കി മാറ്റിയത്. പക്ഷെ സ്മാർട്ട് ക്രിയേഷന്റെ ഭണ്ഡാരി നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അവര് ചെമ്പില് അവർ സ്വർണം പൂശുന്നല്ലാതെ സ്വർണം പൂശിയ ചെമ്പില് ഞങ്ങൾ വീണ്ടും സ്വർണം പൂശില്ല എന്നൊക്കെ വാചകം അടിച്ചെങ്കിലും പിന്നീട് അയാൾ അവിടെ നിന്നും മാറി. അതിനുശേഷം ഇപ്പോഴ് അയാള് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നതിൽ ഞങ്ങൾ അവിടെ സ്വർണം പൂശി എന്നുള്ള കഥയൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ഇയാൾ ചെയ്ത പ്രവൃത്തിക്ക് കൂലിയായിട്ട് പൈസയായിട്ട് കൊടുത്തിട്ടില്ല, ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടില്ല. അതിന് ഏകദേശം 150 ചില്ലുവാനും ഗ്രാം സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞാൽ 14 പവനോളം കൂലിയായിട്ട് വന്നു. 14 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പവൻ 1 ലക്ഷം രൂപ എത്തിക്കഴിഞ്ഞു, 14 ലക്ഷം രൂപയാണ്. അപ്പൊ അല്ലെങ്കിൽ അത് 14 ലക്ഷത്തിന് 8 ലക്ഷം ആയാലും ശരി 10 ലക്ഷം ആയാലും ശരി, അന്നത്തെ വില വെച്ച് നോക്കിയാലും ആ വിലയായാലും 10 ലക്ഷത്തിനടുത്ത് വരും. ഇതാണ് ഒരു പ്രാഥമികമായി നമ്മൾ കണ്ടെത്തിയ തട്ടിപ്പ്.
അപ്പൊ ഈ തട്ടിപ്പിനെ പറ്റിയാണ് SIT ഇപ്പൊ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഇത് തന്നെയാണ് കണ്ടെത്തിയത്. ഹൈക്കോടതി ഇത്രയും വിവരങ്ങൾ അവിടുത്തെ ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ അവിടെ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ട് അപൂർണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിനകത്തുള്ള വിവരങ്ങളാണ് ഹൈക്കോടതിയുടെ കൈവശം ഇപ്പോഴേ ഉള്ളൂ. അതിനെ ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവിട്ടിരിക്കുന്നത്. ആ ഉത്തരവിൽ തന്നെയാണ് SIT ഫോം ചെയ്തതും അവരിപ്പോൾ അന്വേഷണം നടത്തുന്നതും. അതുകൊണ്ട് ഈ സംഭവത്തോടനുബന്ധിച്ച് പോലീസിന്റെ SITയുടെ അന്വേഷണം വളരെ വിപുലമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഹൈക്കോടതി പറഞ്ഞ ലിമിറ്റഡ് കാര്യങ്ങളാണ്. അത്രയും ഹൈക്കോടതിക്ക് കൈവശം അത്രയും വിവരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി, അവിടുത്തെ കോവിലിലെ കട്ടളപ്പടിയിലെ സ്വർണ്ണപ്പാളി, ഇത് കടത്തിക്കൊണ്ടുപോയതിനുള്ള വ്യക്തമായ തെളിവുകളാണ് ഹൈക്കോടതിക്ക് ലഭിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ളൊരു ഉത്തരവാണ് അത് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചക്കകം ഒരു റിപ്പോർട്ട് നൽകണം, ഒരു 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണം. ഈ ഒരു സംഭവത്തെപ്പറ്റി ഈ 2 കാര്യത്തെ, ഈ 2 ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളിയും അതുപോലെ കോവിലിലെ കട്ടളപ്പടിയിലെ സ്വർണ്ണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഹൈക്കോടതി സ്ട്രെസ് ചെയ്തത്. അത് 6 ആഴ്ചക്കകം ഏകദേശം പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം കൂടെ ഹൈക്കോടതി ചോദിക്കുമ്പോൾ കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ വ്യാപകമായ തട്ടിപ്പ് മാറിക്കിടക്കുകയാണ്. ഇതൊരു ലിമിറ്റഡ് ആയ കാര്യമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്.